ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 17ാമത്തെ ഞായറാഴ്ച. ഇന്നത്തെ വചനഭാഗങ്ങളൊക്കെ വളരെ സുന്ദരമാണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഈ ഇന്നത്തെ സുവിശേഷഭാഗത്തെ സംഗ്രഹ ഭാഗം, അല്ലെങ്കിൽ ചുരുക്കിയുള്ള ഭാഗം അല്ലാതെ മുഴുവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 13ാം അധ്യായത്തിലെ 44 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സ്വർഗരാജ്യവുമായിത്തെക്കുറിച്ച് കർത്താവ് സംസാരിക്കുന്നത്. സ്വർഗരാജ്യത്തിനെക്കുറിച്ചുള്ള 3 ഉപമകൾ. നമ്മൾ ഒന്നാമത്തെ വായന 1 രാജാക്കന്മാരുടെ പുസ്തകം 3ാം അധ്യായത്തിൽ 5 തൊട്ട് 5, 7 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ. അത് സോളമൻ രാജാവ് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വരം ചോദിക്കുന്ന പോലെ നിന്നിട്ട് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ സോളമൻ രാജാവ് തനിക്ക് ജ്ഞാനവും വിവേകവും വേണം. അപ്പം കർത്താവിൻ്റെ പ്രത്യുത്തരം വളരെ സുന്ദരമാണ്. ദൈവം തിരിച്ച് സോളമനോട് പറയുന്നത് ഇങ്ങനെയാണ്: സോളമനോട് നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിൻ്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ, അത് അവസാനത്തെ വാക്യം, 12 3:12 വളരെ പ്രസക്തമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടാവുകയില്ല, ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. യു ആർ യുണീക്ക്. നിനക്ക് തന്നിരിക്കുന്ന കൃപ അത് നിനക്ക് മാത്രമേ ഉള്ളൂ. ഇത് വേറൊരാൾക്കും കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം സോളമനിൽ സംപ്രീതനായിക്കൊണ്ട് ജ്ഞാനവും വിവേകവും നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ജ്ഞാനവും വിവേകവും സ്വീകരിക്കുന്നു. ഈ ജ്ഞാനവും വിവേകവും തന്നെയാണ് സ്വർഗരാജ്യത്തിൻ്റെ നിധിയും രത്നവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ. ഇനി രണ്ടാമത്തെ വായന റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. അതും നമുക്ക് വളരെ പ്രിയം തോന്നുന്ന വാക്യങ്ങളാണ്. ദൈവം നമ്മളോട് പറയുന്നതായിട്ട് നമുക്ക് സ്വീകരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: പ്രിയ സഹോദരി, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. സകലതും നന്മയ്ക്കായിട്ടാണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഉൾപ്പെടെ സകലതും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് പറയുന്ന വാക്യം ഒരുപാട് ആശ്വാസം തരുന്നൊരു വാക്യമാണ്. ഇതും നമ്മൾ ഈ കാണുന്ന രീതിയിൽ സുവിശേഷവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കും, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സുവിശേഷത്തിലേക്ക് കടന്നു വരാം. 3 രീതിയിലാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ പറയുന്നത് ഇങ്ങനെയാണ്: സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നതാണ്: സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന, ഫൈൻ പേൾസ് എന്നാണ് പറയുന്നത്, നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. ഇവിടെ കോമൺ ആയിട്ട് പറയപ്പെടുന്നൊരു കാര്യം തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു എന്ന് പറയുന്നത് രണ്ടിലും ഒരുപോലെ പറയുന്നുണ്ട്. എന്താണ് നിധി, എന്താണ് രത്നം? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. നിധി എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ബാക്ലേയുടെ കമൻട്രിയിൽ, വില്യം ബാക്ലേയുടെ കമൻട്രിയിലൊക്കെ പറയുന്നതനുസരിച്ച് പുരാതന കാലത്ത് രാജാക്കന്മാർ അവരുടെ സമ്പത്ത്, അല്ലെങ്കിൽ ഗോത്ര തലവന്മാർ അവരുടെ ഗോത്രത്തിൻ്റെ മുഴുവൻ സമ്പത്തും ശത്രു സൈന്യത്തിൻ്റെ അധിനിവേശം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അക്രമം ഉണ്ടാകുമ്പോൾ ഇത് മുഴുവൻ അവരെടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി വലിയ കുഴികളും അറകളും ഉണ്ടാക്കി ഈ സമ്പത്ത്, സ്വർണവും രത്നവും ഒക്കെ നിറച്ച് വലിയ മൺകുടങ്ങളിലൊക്കെ ആക്കി കുഴിച്ചിടുന്നൊരു പതിവുണ്ടായിരുന്നു. എന്നിട്ട് കാലങ്ങൾ കഴിഞ്ഞിട്ട് ഈ പ്രദേശം കൃത്യമായിട്ടും ഇവർ നോക്കി വയ്ക്കും. ഇനി ഇവർ ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയി, സകലരും മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ പോലും കാലങ്ങൾക്കപ്പുറം ഇവരുടെ പിന്മുറക്കാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് തിരികെ എത്തി ഈ നാട്ടിൽ കുഴിച്ചിട്ട ഇടങ്ങളിൽ പരതി നോക്കിയാൽ ഈ നിധി തിരികെ കണ്ടെത്താനായിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, പൂർവികന്മാർ പിന്മുറക്കാർക്ക് വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടി അവരുടെ സകല സമ്പത്തും അവർ ജീവിതത്തിൽ നിന്നും ജീവിതം കൊണ്ട് ആർജിച്ചെടുത്ത സകലതും മാറ്റി വച്ചിരിക്കുന്നു. അത് ശ്രദ്ധയോടുകൂടി, ആഗ്രഹത്തോടു കൂടി കുഴിച്ചു നോക്കുന്നവന് തിരികെ കിട്ടും. ഇതാണ് നിധി എന്ന് പറയപ്പെടുന്നത്. നമ്മൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നെല്ലുവറയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നിധി എന്ന് പറയുന്നത്
അവിടെയും ആ രാജാക്കന്മാരത് സൂക്ഷിച്ചു വെച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നിധി എന്ന് പറയുന്നത് അതാണ്. ഇത് എന്താണ് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ പൂർവികന്മാർ, നമ്മുടെയൊക്കെ സ്നേഹമുള്ള ആത്മീയതയുള്ള അപ്പച്ചനും അമ്മച്ചിയും അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും അല്ലെങ്കിൽ അതിനും മുകളിലേക്ക് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത നമ്മുടെ പൂർവികർ ആയിട്ടുള്ള നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ള പൂർവികരുടെ ഒരുപാട് സുഹൃതങ്ങൾ, ഒരുപാട് നന്മകൾ, പുണ്യങ്ങൾ, ശുദ്ധത, ഇതിൻ്റെയൊക്കെ ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെയൊക്കെ വളരെ സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ DNA എന്നൊക്കെ നമ്മൾ പറയും, ജീൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ആത്മാവിൽ, നമ്മുടെയൊക്കെ കോശങ്ങളിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് കൃത്യമായിട്ടും ചില കഠിനമായ ശ്രമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, കഠിനമായ ചില പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി കിട്ടും. നമുക്ക് ചില പുണ്യങ്ങളെക്കുറിച്ച് ചില ബോധ്യങ്ങൾ കിട്ടും. അപ്പോൾ ഇത് ഇത്ര വിലയേറിയ പുണ്യമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവും. ഈ പുണ്യം യഥാർത്ഥത്തിൽ നമ്മൾ അഭ്യസിച്ചിട്ടില്ല. നമ്മൾ അഭ്യസിക്കാത്തൊരു പുണ്യം ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഏതോ പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ അതികഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ഇത്തിരി വട്ടത്തിൽ തിരിച്ചറിയുകയാണ് ഈ പുണ്യം എത്രയോ വിലപ്പെട്ടതാണെന്ന്. അങ്ങനെ തിരിച്ചറിയാനായിട്ട് നമ്മളെ സഹായിച്ചത് എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും പ്രാർത്ഥന, അപ്പൂപ്പന്മാരുടെ പ്രാർത്ഥന, പൂർവികരുടെ പ്രാർത്ഥന, അവരുടെ സുഹൃതങ്ങൾ, പുണ്യങ്ങൾ, നന്മ, ശുദ്ധത, പ്രാർത്ഥന, അവർ ഭക്തി, ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, ഒരു ബാക്കി പത്രം നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട് യഥാർത്ഥത്തിൽ. പക്ഷെ അത് നമ്മൾ ശീലിക്കാത്ത ചില പുണ്യങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളെത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ് ഈ പുണ്യം ഇത്രയ്ക്ക് വിലപ്പെട്ടതാണോ എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ട് ആ പുണ്യത്തിൻ്റെ പിന്നാലെ ബാക്കിയെല്ലാം വില കുറഞ്ഞതാണെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ നടത്തുന്ന യാത്ര, നമ്മൾ നടത്തുന്ന ആ പുണ്യത്തിന് വേണ്ടി പിന്നെ നമ്മൾ നിലകൊള്ളുക. ആ പുണ്യം എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണെന്ന് കണ്ടെത്തി അതിനുവേണ്ടി ജീവിക്കാണ്ട് ചിലർ ശ്രമിക്കുന്നു. നമുക്കറിയാം, ചില മനുഷ്യരൊക്കെ ഞങ്ങളുടെ രൂപതയിൽ ഞങ്ങളുടെ സഹപാഠിയായ ലിൻസൺ അച്ഛൻ്റെ പപ്പ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം തിരിച്ചറിയുന്നൊരു പുണ്യമുണ്ട്. അഭയാർത്ഥികളായിട്ട് അല്ലെങ്കിൽ ആരോരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരെ കണ്ടെത്തിക്കൊണ്ടുവന്ന് അവർക്ക് അഭയം നൽകുന്ന ഒരു അഭയ കേന്ദ്രം അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ആ പുണ്യം അദ്ദേഹം തിരിച്ചറിയുന്നതാണ്. അദ്ദേഹം അത് ബാല്യകാലത്തിൽ വളർത്തിക്കൊണ്ടെന്നാണ് പറയാൻ പറ്റത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അപ്പനപ്പൂപ്പന്മാരിൽ നിന്നും പൂർവികരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് ജീവിതത്തിൻ്റെ ഏതോ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ തെളിഞ്ഞു കിട്ടി, ഇതാ പുണ്യം, ഇനി ഇതിൻ്റെ പിന്നാലെ പോകണം. അങ്ങനെ ആ തീരുമാനത്തിലേക്ക് കടന്നു വരും. നമ്മുടെ ഇത് ഓരോ പുണ്യങ്ങളിലും ശുദ്ധത, വിനയം, കാരുണ്യം, സ്നേഹം, ക്ഷമ, ഇങ്ങനെ എല്ലാ പുണ്യങ്ങളിലും ഇത് ആപ്ലിക്കബിൾ യഥാർത്ഥത്തിൽ. അതാണ് നിധി എന്ന് പറയുന്നത്. നമ്മുടെ അപ്പൂപ്പന്മാർ പ്രാർത്ഥന കൊണ്ട് കുഴിച്ചിട്ട് അവരുടെ പുണ്യങ്ങൾ കൊണ്ട് അവർ നേടിയെടുത്ത ഡെപ്പോസിറ്റ് ഓഫ് ഗ്രേസ് എന്നൊക്കെ നമ്മൾ ദണ്ഡവിമോചനമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന പോലെ അവർ നേടിയെടുത്ത കുറേ കൃപകൾ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്. നമ്മൾ ചില സന്ദർഭത്തിൽ അത് തിരിച്ചറിയും എന്നുള്ളതാണ് നിധി എന്ന് പറയുന്നത്. എന്താണ് ഈ രത്നം എന്ന വാക്ക്? യഥാർത്ഥത്തിൽ രത്നം എന്ന് പറഞ്ഞാൽ ഡയമണ്ട് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഡയമണ്ട് എന്ന വാക്കല്ല, നമ്മൾ ഇംഗ്ലീഷ് ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ പേൾ എന്നാണ്, ഫൈൻ പേൾ എന്നാണ് നമ്മൾ വായിക്കുന്നത്. പേൾ, മുത്ത് എന്നാണ്. മുത്തുകൾ പന്നിക്കിട്ട് കൊടുക്കരുതെന്ന് പറയുന്ന ഭാഗത്ത് ഉപയോഗിക്കുന്ന അതേ വാക്ക് പേൾ എന്ന വാക്കാണ് നമ്മളവിടെ കാണുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ. നമുക്ക് ആ വാക്ക് വെച്ചൊന്ന് ധ്യാനിക്കാനായിട്ട് ശ്രമിക്കാം. എന്താണ് പേൾ? എന്താണ് മുത്ത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മുത്തുച്ചിപ്പി എന്ന് പറയപ്പെടുന്ന ജീവിയാണത്. അതിൻ്റെ കക്കാവട്ടിക്ക് അകത്തേക്ക് ആദ്യകാലങ്ങളിൽ മനുഷ്യർ വിശ്വസിച്ചിരുന്നത് ചില ജലത്തുള്ളികൾ വീണിട്ട് അതിനകത്ത് രാസപരിണാമത്തിലൂടെ മുത്തുണ്ടാവുന്നു എന്നാണ് ചിലർ ചിന്തിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് അത് ജലത്തുള്ളിയല്ല, മറിച്ച് ഈ ഈ മുത്തുച്ചിപ്പിയുടെ അകത്തേക്ക് ചില കുഞ്ഞ് കല്ല് അകപ്പെട്ടു പോകും. ഈ കക്കാവട്ടിക്കകത്ത് കുഞ്ഞ് കല്ല് അകപ്പെട്ടു പോയിട്ട് ഈ കല്ല് ഈ ജീവിക്ക് അസഹ്യമായി മാറിക്കഴിയുമ്പോൾ, സഹിക്കാൻ പറ്റാത്തതായി മാറിക്കഴിയുമ്പോൾ ഈ ജീവി അതിൻ്റെ ശരീരത്തു നിന്നും ഒരു ദ്രാവകം പുറത്തേക്ക് വിടും. ഈ ദ്രാവകം ഈ കല്ലിനെ ആവരണം ചെയ്തിട്ട് ഈ കല്ലും ദ്രാവകവും കൂടെ ചേർന്ന് കാലാന്തരത്തിൽ അത് ഒരു മുത്തായി മാറും. അതിനെയാണ് പേൾ, മുത്ത് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് മുത്തുച്ചിപ്പിയിൽ നിന്ന് മുത്തുണ്ടാകുന്നത്. അങ്ങനെയാണ്. അപ്പോൾ എന്താണ് പേൾ? നമുക്കിങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ
നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടയ്ക്ക് എപ്പോഴോ ഒരു കല്ല് വീണിട്ടുണ്ട്, ഒരു കല്ലുകടി ഉണ്ടായിട്ടുണ്ട്, ഒരു സഹനം ഉണ്ടായിട്ടുണ്ട്. ഈ സഹനത്തെ കല്ല് ഈ സഹനമാകുന്ന കല്ലിനെ പ്രാർത്ഥനയാവുന്ന വിചിത്ര ദ്രാവകം കൊണ്ട്, ആത്മീയതയാവുന്ന ദ്രാവകം കൊണ്ട് മൂടി ലയിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ജ്ഞാനമാകുന്ന മുത്തുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ജ്ഞാനമാകുന്ന മുത്ത് നമുക്ക് ഉപയോഗിക്കാം. നമ്മളത് മറ്റുള്ളവർക്ക് നമ്മുടെ അനുഭവം എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാം, സാക്ഷ്യമായി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മുത്തുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ മുത്ത് എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴോ കയറിയ ഒരു കല്ല്, ഒരു സഹനം, ആ സഹനത്തെ എൻ്റെ പ്രാർത്ഥന കൊണ്ട് ലയിപ്പിച്ചെടുത്തപ്പോൾ കാലാന്തരത്തിൽ ധ്യാനിച്ച് അത് മുത്തായി മാറി, അത് ജ്ഞാനമായി മാറി, ഒരു ജ്ഞാനസൂക്തമായി മാറി, ഒരു ജ്ഞാനചിന്തയായി മാറി, അത് എനിക്ക് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്നതായിട്ട് മാറി. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മുത്ത് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ മുത്ത് ഒരു പക്ഷേ ഞാൻ പുരോഹിതനായിട്ട് 10 വർഷമായി. 7ാമത്തെ ദേവാലയത്തിനാണ് വികാരിയായിട്ടിരിക്കുന്നത്, 7ാമത്തെ ഇടവയിലിരിക്കുകയാണ്. ഒരുപാട് ജ്ഞാനം സ്വീകരിച്ച് ഞാനൊരു ജ്ഞാനിയാണെന്നല്ല പറയുന്നത്, പക്ഷേ അത്യാവശ്യം പല ഇടവകളിൽ നിന്നും ഉണ്ടായിട്ടുള്ള കല്ലുകൾ, സഹനങ്ങൾ, അത് പ്രാർത്ഥന കൊണ്ട് കൈകാര്യം ചെയ്യാതെ പോയ സഹനങ്ങൾ തിരിച്ചടിയായിട്ടുമുണ്ട്. പക്ഷേ പ്രാർത്ഥന കൊണ്ട് കൈകാര്യം ചെയ്ത ഏതൊക്കെ സഹനമുണ്ടോ ആ സഹനങ്ങളൊക്കെ ജ്ഞാനമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി മരിക്കും വരെ എനിക്കും എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റു വൈദികർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന ജ്ഞാനം മാറിയിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ സൗഹൃദത്തിലൊക്കെ 1 വർഷം കഴിഞ്ഞ് 2 വർഷമൊക്കെ കഴിഞ്ഞ് 3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ കല്ലുകടി ഉണ്ടാകും, സഹനങ്ങളുണ്ടാകും, പരസ്പരം സ്വരച്ചേർച്ച ഇല്ലാതാവുന്നൊരവസ്ഥ, കല്ലുകടി ഉണ്ടാകുന്നു. അതിനെ പ്രാർത്ഥന കൊണ്ട് ലയിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ പ്രശ്നമല്ല, ഇനി എന്ത് പ്രശ്നം വന്നാലും അതിജീവിക്കാൻ പറ്റുന്ന ജ്ഞാനം ദമ്പതികളിൽ രൂപപ്പെടുന്നു. അല്ലാത്ത പക്ഷം, പ്രാർത്ഥന കൊണ്ട് കൈകാര്യം ചെയ്ത് പോകുന്ന പക്ഷം ഈ സഹനം കല്ലായി മാറുന്നു. ഈ കല്ല് ദാമ്പത്യ ജീവിതത്തെ തകർത്ത് കളയുകയും ചെയ്യുന്നു. അപ്പോൾ സഹനമാകുന്ന കല്ലിനെ മുത്താക്കി പരിണമിപ്പിക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാവുന്ന ദ്രാവകം ഉപയോഗിക്കുക, നമുക്ക് മുത്തുണ്ടാകാൻ. ഇത് തിരിച്ചറിയുന്നവൻ ആ മുത്തിന് വലിയ പ്രാധാന്യം കൊടുക്കും. ഈ മുത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ട് അതിനുവേണ്ടി മറ്റെല്ലാം മാറ്റിവെക്കും. അപ്പോൾ നിധി എന്താണ്, മുത്തെന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മൾ 1-ാം വായനയിലേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ സോളമൻ ചോദിച്ച വിവേകവും ജ്ഞാനവും എന്ന് പറയുന്നതാണ് ഈ നിധിയും മുത്തും എന്ന് പറയപ്പെടുന്നത് മനസ്സിലാക്കാൻ. അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പ്രകാരം നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ഈ കല്ല് വന്നിരിക്കുന്നത്, അത് മുത്തായി മാറാനുള്ളതാണ്. സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലിനെ കുറിച്ച് റോമാക്കാരിലെ 2-ാമത്തെ വായനയിൽ നമ്മൾ വായിക്കുകയും ചെയ്യുന്നുണ്ട്. 3-ാമത്തെ ആ ഒരു ഭാഗം കൂടി നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിക്കുകയാണ്. 3-ാമത് പറയുന്നത് ഇങ്ങനെയാണ്: സ്വർഗരാജ്യം ഒരു കടലിലെറിയപ്പെട്ടൊരു വല പോലെയാണ്. ഈ വലയിൽ സകല മത്സ്യങ്ങളും കയറുന്നു. എന്നിട്ട് അവസാനം അതിനകത്ത് നിന്നും നല്ല മത്സ്യങ്ങൾ സ്വീകരിക്കപ്പെടുകയും മോശം മത്സ്യങ്ങൾ എടുത്തെറിയപ്പെടുകയും ചെയ്യുന്നു, അത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ സുവിശേഷത്തിൽ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്ക്, യോഹന്നാന്റെ സുവിശേഷം അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്ക് തിബേരിയസിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ ആ കടലിൽ നിന്നും മീൻ പിടിച്ചുകൊണ്ട് കരയിലേക്ക് വരുന്ന ശിഷ്യന്മാരോട് ഈശോ ചോദിക്കുന്നുണ്ട്, ഈ മത്സ്യം കൊണ്ടുവരാനായിട്ട് പറയുന്നു. എന്നിട്ട് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്, ആ വല കീറിയിട്ടില്ല. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഈ ഭാഗം അതുകൊണ്ട് ചേർത്ത് വെച്ച് ചിന്തിക്കാൻ സാധിക്കും. ഈ 153 മത്സ്യം ഇക്തൂസ്, അത് യേശുവിൻ്റെ പ്രതീകമാണ്. നമ്മൾ 2-3 ദിവസം മുമ്പുള്ള ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. യേശുവാണ് ഇക്തൂസ് എന്ന് പറയുന്നത്. 153 തരം മത്സ്യങ്ങൾ കടലിലുണ്ടായിരുന്നുവെന്ന് ഒരു കാലത്ത് മനുഷ്യർ വിശ്വസിച്ചിരുന്നു. വിശുദ്ധ ജെറോം എഴുതുന്ന വേദ പഠനത്തിനകത്ത് അതാണ് അദ്ദേഹം എഴുതുന്നത്. ഒരു കടലിനകത്ത് വല വീശിക്കഴിഞ്ഞാൽ ആ വലയ്ക്കകത്ത് കയറുന്ന മത്സ്യങ്ങളെന്ന് മാത്രമല്ല, ആ കടലിൽ മൊത്തത്തിൽ 153 തരം ഇനം മത്സ്യങ്ങളുണ്ട്. അതിൻ്റെ ഓരോന്നുമാണ് ഈ വലയിൽ കയറി. എന്നിട്ട് വല കീറിയില്ല, അത് സഭയുടെ പ്രതീകമാണ് ആ വല എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പം 153 തരം മനുഷ്യർ ഈ ലോകത്തുണ്ട്. അവരിലെല്ലാം മത്സ്യങ്ങളാണെന്ന് പറയുമ്പോൾ അവരിലെല്ലാം ക്രിസ്തുവാംശമുണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ആ ക്രിസ്തുവാംശം തിരിച്ചറിയാതെ പോയ മത്സ്യങ്ങളൊക്കെ പുറത്തെറിയപ്പെടുന്നു, ക്രിസ്തുവാംശം തിരിച്ചറിഞ്ഞ് ജീവിച്ച മത്സ്യങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുന്നു. ഇപ്പം 153 തരം ആൾക്കാരുണ്ട്, പലതരം ആൾക്കാരുണ്ട്. അതിനകത്ത് ദുഷ്ടനുണ്ട്, നല്ല മനുഷ്യനുണ്ട്, കാരുണ്യം കാണിക്കുന്നവനുണ്ട്, ആരെയും സഹായിക്കാത്തവനുണ്ട്, പാപിയുണ്ട്, വിശുദ്ധനുണ്ട്, എല്ലാവരും ഉണ്ട്. 153 തരം ആൾക്കാരുണ്ട്. എല്ലാവരിലും എല്ലാം മത്സ്യങ്ങളാണ്. അതായത് എല്ലാവരിലും ക്രിസ്തുവാംശമുണ്ട്. പക്ഷേ
ചിലർ സ്വീകരിക്കപ്പെട്ടു, ചിലർ നിരാകരിക്കപ്പെട്ടു എന്ന് പറയാൻ കാരണം ക്രിസ്തുവാംശം തിരിച്ചറിഞ്ഞവൻ സ്വീകരിക്കപ്പെട്ടു, അല്ലാത്തവൻ നിരാകരിക്കപ്പെട്ടു. അപ്പോൾ നമുക്ക് ആ ക്രിസ്തുവാംശം തിരിച്ചറിയാനായിട്ടുള്ളൊരു കൃപയ്ക്കായിട്ട് കൂടി പ്രാർത്ഥിക്കാം. അപ്പോൾ എന്താണ് രത്നം, എന്താണ് നിധി, എന്താണ് ഈ വരയിൽപ്പെട്ട മത്സ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വ്യക്തമായിട്ടും കൃഷ്ണനാഥൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് പൂർവികർ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച പുണ്യങ്ങളുടെ നിധി തിരിച്ചറിയുവാനും ഒപ്പം ജീവിതത്തിലേക്ക് കല്ലുകടിയായി വന്നു ചേരുന്ന സഹനങ്ങളെ പ്രാർത്ഥന കൊണ്ട്, പ്രാർത്ഥനയാവുന്ന ദ്രാവകം കൊണ്ട് മുത്താക്കിയെടുക്കാനും വിലയേറിയ മുത്തുകളാക്കിയെടുക്കാനും ഒപ്പം തന്നെ കർത്താവ് വല വീശുമ്പോൾ അതിനകത്ത് പെടുന്ന ക്രിസ്തുവാംശമുള്ള എൻ്റെ ജീവിതം ആ ക്രിസ്തുവാംശം തിരിച്ചറിഞ്ഞുള്ളതായി മാറുന്നതിൻ്റെ പേരിൽ സ്വീകരിക്കപ്പെട്ട മത്സ്യമായി മാറാനും ഉള്ള കൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം.